എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എത്ര മഞ്ഞ കളറായിട്ടിരിക്കുന്ന പല്ലും വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് എന്റെ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഒറ്റവട്ടെങ്കിലും ഈ രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഞാൻ ഇത് ഒരുപാട് വട്ടം യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നമ്മുടെ പല്ല് എത്ര മഞ്ഞയായിട്ടിരിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനത്തെ രീതിയിൽ ഒരു വട്ടെങ്കിലും നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്ര മഞ്ഞയായിക്കോട്ടെ, അല്ലെങ്കിൽ പല്ല് എന്തെങ്കിലും കറ ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകാനെക്കാട്ടി മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ആവും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതേപോലെ കുഞ്ഞു സ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ പല്ലിന് എത്രയാണോ ആവശ്യമുള്ളത് അത്ര മാത്രം എടുത്താൽ മതി. അതിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് ഉപ്പ് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും എടുക്കേണ്ട. ഇത് നമുക്ക് ഉണ്ടാക്കി വെക്കാനോ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അപ്പാപ്പ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചുണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതേപോലെ ഒരു പീസ് നാരങ്ങേൻ്റെ നീരും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് എടുക്കുന്നുള്ളൂ. ആ നാരങ്ങ നല്ലോണം പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. കുരുവൊക്കെ മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതേപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്, പച്ച വെളിച്ചെണ്ണ. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കേണ്ട. ഞാൻ പിന്നെയും പറയുവാണ്, കാരണം ഇത് നമുക്ക് എടുത്ത് വെക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ ബ്രഷ് ചെയ്യുന്നത് അപ്പം അതിനൊരു 2 മിനിറ്റൊക്കെ മുന്നേ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി അവസാനം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ പേസ്റ്റാണ്. പേസ്റ്റ് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പേസ്റ്റ് തീരാറായി ഗൈസ്. അതിനെങ്ങനെയൊക്കെയോ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ശ്വാസം വരെ പുറത്തെടുക്കണ പോലെ അതിനെ കൊന്ന് ഞാൻ അങ്ങനെ അതിനെ കൊന്ന് അതിൻ്റെ ഉള്ള ജീവനും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പേസ്റ്റ് തീർന്നു, അതിനി അച്ഛനോട് പറയണം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. വേറെ സ്പൂണോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബ്രഷ് വെച്ചാൽ നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യാറ്. കുറേ ഇങ്ങനെ മിക്സ് ചെയ്ത് ഭയങ്കര പേസ്റ്റ് പരുവമാക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതല്ലാതെ കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സിങ് മതി. അല്ലാണ്ട് ഒരുപാടൊന്നും മിക്സ് ചെയ്ത് എന്താ പറയുക നശിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതേപോലെ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് മിക്സിങ് നിർത്താം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കിനി പല്ല് തേക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പല്ല് തേക്കേണ്ടത്. അപ്പം നോക്കിയിട്ടൊക്കെ പല്ല് തേക്കണം. കാരണം ഇതിലെ കൂടെ ഒക്കെ ഒലിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പം നോക്കിയും കണ്ടിട്ടും വേണം നമ്മൾ ഇത് വെച്ചിട്ട് പല്ല് തേക്കാനായിട്ട്. അധികം ഒന്നും എടുക്കേണ്ട, കുറച്ചൊക്കെ എടുത്ത് തേച്ചാൽ മതി. ഞാനിവിടെ എല്ലാം കൂടി വാരിപ്പൊത്താൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അകത്ത് നിന്ന് പല്ല് തേക്കണോണ്ടാണ് കേട്ടോ എനിക്ക് പേടി. കാരണം ഇതിനെങ്ങാനും ഒരു തുള്ളി നിലത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്നെ കൊല്ലും. അങ്ങനെ പല്ലൊക്കെ നല്ലോണം തേച്ചതിന് ശേഷം ഞാനിതാ മൗത്ത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അതേ കണ്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വെളുത്തിട്ടുണ്ട്. എൻ്റെ പല്ല് മഞ്ഞ കളറായിട്ട് ഇരുന്നിരുന്നതാണ്. നല്ല രീതിക്ക് വെളുത്തിട്ടുണ്ട്. നമ്മുടെ കോൾഗേറ്റിൻ്റെ പരസ്യത്തിലെ പോലെ എന്തൊക്കെയോ പട്ടിഷോകൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പല്ലിൻ്റെ കളർ. അല്ലാണ്ട് എനിക്ക് വട്ടായിട്ടല്ല. മഞ്ഞപ്പല്ലായിട്ട് നമ്മൾ ആരടുത്തെങ്കിലും പോയിട്ട് നമുക്ക് ചിരിക്കാൻ പോലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.